ജലീൽ എനിക്ക് തോന്നുന്നു എന്തോ മധുരം കിട്ടിയെന്ന്. അതൊരു ഇരട്ടി മധുരമാണോ സംശയമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ സത്യത്തിൽ ഇന്നലെ രാവിലെ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ജലീൽ ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ജലീൽ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടാണ് വിളിച്ച് അന്വേഷിക്കുന്നത്. എന്തായാലും വെട്ടിൽ വീണിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം CPM മനസ്സിലാക്കിയതായിരുന്നു. ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ, എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ. ആ മധുരമായിരുന്നല്ലോ. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു, ശശിധരനെ മാറ്റുന്നു, അതുപോലെ തന്നെ മറ്റ് SPR വെക്കണമെന്ന് ചോദിക്കുന്നു, DYSPമാരെ മാറ്റിയിട്ട് അങ്ങനെ ഒരു മധുരം ഉണ്ടല്ലോ. അവിടെ ഞാൻ വീണില്ല. പക്ഷേ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല, രാജ്യസഭയ്ക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പോൾ അന്ന് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രാജ്യസഭ സീറ്റ് നേടിയതെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ പറയും ഞാൻ മത്സരിച്ചിട്ടില്ലല്ലോ. അല്ല, അതിപ്പോൾ ഈ ജലീൽ പറഞ്ഞതിൻ്റെ ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതൊന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാവുമല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം. അധിക സമയമൊന്നുമില്ലല്ലോ. ബ്രിട്ടാസ് ഇനി എത്രയുള്ളത്? ബ്രിട്ടാസ് ഒഴിയാൻ എത്രയുള്ളത്? 1.5 കൊല്ലം 2 കൊല്ലം അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ആ കസേരയിൽ കയറിയിരിക്കുക. ജലീൽ പറഞ്ഞത് ശരിക്കും പലപ്പോഴും BJPക്കാർ പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ്. 99% മുസ്ലിങ്ങളാണ് സ്വർണം കൊണ്ടുവരുന്നത്, അതിനൊരു ഫത്വ ഇറക്കണം, മതവിധി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. എന്തായിരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ജലീൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആ പറച്ചിൽ ഇനി ഉദ്ദേശമില്ലല്ലോ. ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. അപ്പം അതിലിനി എന്താ അതിന് അർത്ഥം വെക്കേണ്ടത്? പറഞ്ഞല്ലോ, നേർക്ക് നേരെ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അതന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞത് തന്നെ. പറഞ്ഞാ BJP ഒരു പാർലമെന്റ് ഒരു നിയമസഭ അത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു പാർലമെന്റ് വരുന്നു, ഒരു രാജ്യം പല പഞ്ചായത്തുകളും അവർ ഭരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും അവരുടെ പ്രാതിനിധ്യമായി പിന്നീട് അത് വർദ്ധിപ്പിച്ചാൽ മതി. ആ അർത്ഥത്തിലാണോ? തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇന്ത്യയിൽ അംഗീകരിച്ച് കിട്ടുമെന്ന് ആരും കരുതണ്ട. ഒറ്റ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രി എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന സാമൂഹിക, സാംസ്കാരിക, ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടല്ല ഈ രാജ്യത്തുള്ളത്. ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ആ നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിലെ സംസ്കാരമാണോ നമ്മുടെ സംസ്കാരം? ഇവിടുന്ന് 40 കിലോമീറ്റർ പോയാൽ എന്താണ് അവരുടെ വേഷവിധാനങ്ങൾ കൂടി മാറ്റാണ്, അവരുടെ ഭക്ഷണത്തിൽ മാറ്റാണ്, അവരുടെ വിശ്വാസത്തിൽ മാറ്റാണ്, അവരുടെ സംസ്കാരത്തിൽ മാറ്റാണ്. ഇത് നിലമ്പൂരിന് 50 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ. അങ്ങനെ വ്യത്യസ്തമായ ഇന്ത്യയെ ഒരു പാത്രത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരു കുടത്തിലേക്ക് കടുവയും പൂച്ചയും പുലിയെയും എലിയെയും എല്ലാം കൂടെ ഇട്ട് ആ കുടം അടച്ചു വെച്ചാൽ ആ കുടം എന്താവും? കുടം തന്നെ പൊളിക്കൂലേ? അങ്ങനെ ഒരു ഭൂതത്തിനെ കുടത്തിലടക്കാൻ പറ്റുന്ന ജനാധിപത്യ സംസ്കാരമല്ല ഇന്ത്യ രാജ്യത്തുള്ളത്. അതൊന്നും ഈ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നല്ല. അത് BJP എന്നല്ല, ലോകത്ത് ആര് വിചാരിച്ചിട്ട് നടക്കില്ല. ആരാ? ഏതാ മനോജ്? ആരാണ്? എനിക്കറിയില്ല. ആണോ? ഇല്ല, അതൊക്കെ ഇതുവരെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ആ പേരെന്നെ ഇതുവരെ കേട്ടിട്ടില്ല. PM മനോജോ? അല്ല, അതിപ്പോൾ ജലീൽ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഏറ്റവും വലിയ മുതിർന്ന നേതാവാണ് മനോജ് പറഞ്ഞെങ്കിൽ എനിക്ക് ആ ചങ്ങായിയെ കുറിച്ച് അറിയില്ല. എവിടെയുള്ള ആൾ? ഐ ഡോണ്ട് നോ. നമുക്കറിയാത്ത ആളെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുമോ? ആരൊക്കെ ഉള്ളത്? ജലീല്, തമിഴ്നാട്ടിലൊരു തമാശ നടനുണ്ടായിരുന്നു, തവക്കൾ, അറിയോ? ഭയങ്കര തമാശക്കാരനാണ്. മൂപ്പരും കൂടി കൂട്ടാൻ പറയണം. ഭയങ്കര തമാശക്ക് പോവല്ലേ, അപ്പോൾ ആളുകൾക്കൊന്ന് ചിരിക്കാനെങ്കിലും. അപ്പം CPMൻ്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത് എല്ലാ ബ്രാഞ്ചിക്കും കൃത്യമായ ഡയറക്ഷനാണ്. എത്ര 25 പേര് വെച്ച് വേണം. അപ്പോൾ അത് വരും, ഉറപ്പാണ്. പിന്നെ മഹത്തായ ജലീൽ സാഹിബിൻ്റെ മതപ്രഭാഷണം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ മതപ്രഭാഷണം കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടും. അതിലപ്പുറമൊന്നുമില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയും. അവിടെ വന്നിട്ട് ഈ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞ് നാട്ടി വിടുന്നുണ്ട് സ്ത്രീകൾ. ഹൗസ് ക്യാമ്പയിൻ നടത്തുകയാണ് CPM.
ആ പോകുന്ന സഖാക്കൾക്ക് പറ്റി എനിക്ക് പറ്റില്ല, അവരെ നിർബന്ധിത സാഹചര്യത്തിൽ പോവുകയാണ്. ചില വീട്ടിൽ നിന്ന് ചൂലെടുത്തിട്ടുണ്ട് സ്ത്രീകൾ, ഇറങ്ങിപ്പോടുന്നു പറഞ്ഞിട്ട്. MLA നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങൾ കണ്ടതാണല്ലോ. നവകേരള സദസ്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ജനാവലി പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു നവകേരള സദസ്സ്. അന്ന് വ്യവസായ മന്ത്രി രാജീവ് വിട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പോഴും ഉണ്ടാവില്ല പോസ്റ്റ്, ഒന്നെടുത്ത് വായിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി അദ്ദേഹം എഴുതിയതാണ്. അത് നിലമ്പൂരിലെ ജനങ്ങളെ PV അൻവർ സംഘടിപ്പിച്ചതാണ്. മനസ്സിലായി? അതിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു MLA എന്ന നിലക്ക്. മറ്റതൊക്കെ പാർട്ടിയെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. എനിക്ക് പരിമിതിയില്ലാതെ ഈ LDF ഏൽപ്പിച്ച് തന്ന ആദ്യത്തെ പരിപാടിയായി 8 കൊല്ലത്തിനിടക്ക് 10,000 25,000 കസാര ഇട്ടിരുന്നത്. ആ ജനം കഴിഞ്ഞ് പിന്നെയും ജനം തടിച്ചുകൂടി 50,000 ആൾ പങ്കെടുത്തു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ആ നിലമ്പൂരിൽ പോയിട്ട് ജനങ്ങളോട് ഇവർ പറയുക, കുണു 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 ആട്ടി വിടുന്ന ജനങ്ങൾ അടുക്കളയിൽ നിന്ന്. അങ്ങോട്ടേക്കല്ലേ പോണത്. നടക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഏത് അഡ്ജസ്റ്റ്മെന്റ്? ഇപ്പൊ പാലക്കാട് BJPക്ക് വേണ്ടി വോട്ട് മറിക്കും, CPM വോട്ട് മറിക്കുക എന്നുള്ളത്, അത് അങ്ങനെ നടക്കുമോ? സാധാരണ പ്രവർത്തകർക്ക് വലിയൊരു ചോദ്യമാണ്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പറയുമ്പം മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂരിൽ പ്രതിരോധിക്കുന്നത് ഞങ്ങളെ വോട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ട് പരിശോധിക്കും അല്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു 10-15% എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള മനുഷ്യരാണ്. ആ അനുഭാവികളെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് എന്താ പറയുക, അവരൊരു ഒരു ഒരു ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതേപോലെ ഒരു 5% CPM-നുള്ളത് അനുഭാവം. പക്ഷേ കോൺഗ്രസ് വരുമ്പോൾ അത് 15%. ലീഗ് വരുമ്പോഴും ഏകദേശം ഒരു 10-15% അതുണ്ട് അനുഭാവം. അവർ ചെറിയ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയിട്ട്, എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ താല്പര്യമുള്ളവർ. പക്ഷേ അതിൽ CPM-ൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ പൂരം കലക്കിയപ്പോൾ ആരാ വോട്ട് ചെയ്ത്? CPM-ൻ്റെ അനുഭാവികൾ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പഴയ വോട്ടുണ്ട് തന്നെ. എത്ര ലക്ഷം വോട്ടോടെ കൂടി? ആ കൂടിയ വോട്ടിന്നൊരു വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആ വോട്ട് അങ്ങോട്ട് പോയി, BJPക്ക് പോയി. പിന്നെ കോൺഗ്രസിൻ്റെ അനുഭാവ വോട്ടും പോയി. അപ്പം കമ്മ്യൂണിസ്റ്റുകാരോട് വോട്ട് മാറ്റി ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. സാധാരണ പ്രവർത്തകരോട് പറയാൻ കഴിയില്ല. ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പാർട്ടിക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ അവരാരോടെ പറയാം? ഇപ്പം ഇവിടെ എത്ര വോട്ടാണ് വേണ്ടത്? ഇവിടെ 20,000 വോട്ടാണ് വേണ്ടത്. 10 പാർട്ടി കേഡറിനോട് പറഞ്ഞാൽ മതി. 5 പാർട്ടി കേഡറും ഭാര്യയും വോട്ട് ചെയ്താൽ മതി, BJP ജയിക്കും ഒരു ബൂത്തിൽ. അത്ര നിസ്സാരമാണ്. ഇനി അവർക്ക് മക്കളുണ്ടെങ്കിൽ അതും ചെയ്യാം. 3 വോട്ടായാൽ എത്ര വോട്ട് ചെയ്യണം? ഒരു 3 സഖാക്കളിൽ ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായാൽ എന്തായി? BJP ജയിച്ചു. അതവർ ഓർഗനൈസ് ചെയ്യും. അതേ ഓർഗനൈസ് ചെയ്യാൻ കഴിയുള്ളൂ.